ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ഫേസ് പാക്കുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇതിപ്പം ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന ഒരു ഫേസ് പാക്കാണ്. അപ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഒരുപാട് ആൾക്കാർ നല്ല റിവ്യൂ പറഞ്ഞിട്ടുള്ളതാണ്. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളൊരു മുട്ടയുടെ വെള്ളയാണ് നമുക്കിതിന് ആവശ്യമായിട്ടുള്ളത്. നമ്മളൊരു മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിതിൻ്റെ വെള്ളം മാത്രം എടുക്കാം. അങ്ങനെ നമ്മളിതാ മുട്ട എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ മുട്ടയുടെ വെള്ളയും അതുപോലെ തന്നെ മഞ്ഞയും മാറ്റിയെടുത്തിട്ടുണ്ട്. നമുക്ക് മഞ്ഞ ആവശ്യമില്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് മഞ്ഞ മാറ്റി വെക്കാം, നമുക്കത് ആവശ്യമില്ല. എന്നിട്ട് നമ്മൾ വെള്ളം എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കാപ്പിപ്പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ ഇത്രയാണ് കാപ്പിപ്പൊടി എടുത്തിട്ടുള്ളത്. എന്നിട്ട് അത് നമ്മൾ മുഴുവനായിട്ടും അതിലിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മഞ്ഞൾപ്പൊടി എടുക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. കുറച്ചേ എടുത്തിട്ടുള്ളൂ. എന്നിട്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെയാണ് നമ്മളിത് തയ്യാറാക്കുന്നത്. കട്ട പിടിച്ച പോലെയെല്ലാം ആദ്യം ഉണ്ടാവും. അത് നമ്മൾ നല്ല രീതിയിൽ ഇളക്കി നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്താൽ എല്ലാം റെഡിയായി സെറ്റായിട്ട് കിട്ടും. അങ്ങനെ നമ്മൾ നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുന്നുണ്ട്. ആദ്യം നമ്മൾ ഈ പൊടികളെല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് ഒന്ന് ഇളക്കുമ്പോഴേക്ക് കുറച്ച് കട്ട പിടിച്ചിട്ടൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അത് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ നമ്മൾ മിക്സ് ചെയ്ത് കൊണ്ട് തന്നെ ഇരിക്കുക. ഒരു 5 മിനിറ്റ് ഒന്നും വേണമെന്നില്ല, കുറച്ച് സമയം നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്താൽ നല്ല രീതിയിൽ തന്നെ അത് കിട്ടും. എന്നിട്ടാണ് നമ്മളത് മുഖത്ത് അപ്ലൈ ചെയ്യേണ്ടത്. നമ്മളടുത്ത് ബ്രഷ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ കൈ കൊണ്ടാണ് അത് മുഖത്തേക്ക് ഇട്ടത്. ബ്രഷ് ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്. നമ്മൾ കൈ കൊണ്ട് അപ്ലൈ ചെയ്തത് കൊണ്ട് തന്നെ കുറച്ച് സമയം എടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ബ്രഷ് കൊണ്ടാകുമ്പോൾ പെട്ടെന്ന് കൈയൊക്കെ ചെയ്യും. അതുപോലെ തന്നെ നല്ല വൃത്തിക്കൊക്കെ കിട്ടുകയും ചെയ്യും. നമ്മൾ കൈ കൊണ്ട് ചെയ്യുമ്പോൾ നമ്മുടെ കുറച്ച് ഒരു ബുദ്ധിമുട്ടൊക്കെയാണ്. അപ്പോൾ കയ്യിൽ നിന്ന് നമ്മൾ ബ്രഷ് ഉണ്ടെങ്കിലും അല്ലെ കൈ കൊണ്ടായാലും കുഴപ്പമൊന്നുമില്ല. അതിന് ഞാനിതാ എൻ്റെ മുഖത്ത് നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിത് ഒരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ടുണ്ട്. ഇനി ഇതും കൂടി നമുക്ക് ഈ സ്ഥലത്ത് ഫേസിൽ ഒട്ടിച്ചു കൊടുക്കാം. ചെറിയ ചെറിയ കഷ്ണാക്കേണ്ട ആവശ്യമില്ലെങ്കിലും കുറച്ചുകൂടി ചെറുതാക്കായിരുന്നു എന്ന് തോന്നുന്നു. കാരണം ഞാൻ ഒട്ടിച്ചത് പകുതിയും പുറത്തായി പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നെ അത് ഞാൻ പിന്നെയും മുറിച്ചെടുത്ത് വന്നിട്ട് ഞാൻ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ ഒട്ടിച്ചു. അങ്ങനെ ഫുള്ളായിട്ട് നമ്മൾ മുഖം മുഴുവനായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. നല്ല രീതിയിൽ ഒട്ടിച്ചു തന്നെ കൊടുക്കുക. അങ്ങനെ ഫൈനലി നമ്മുടെ ലുക്ക് ഇങ്ങനെയാണുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ മേലെ കൂടി ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പോഴാണ് സെറ്റ് ആവുക. അങ്ങനെ ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചതിന് ശേഷം ഞാനിതാ നമ്മുടെ ഫേസ് പാക്ക് ഒന്നുകൂടി ഈ ടിഷ്യൂ പേപ്പറിൻ്റെ മേലെ കൂടെ നമ്മൾ നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം. നമ്മുടെ താടിയുടെ ഭാഗത്തും എല്ലാ ഭാഗത്തും ഉള്ളത് നല്ല രീതിക്ക് നമ്മൾ അപ്ലൈ ചെയ്ത് പൊന്തി നിൽക്കുന്ന നമ്മുടെ ടിഷ്യൂ പേപ്പറിൻ്റെ കഷ്ണങ്ങളൊക്കെ നമ്മൾ ഈ സംഭവം ഉപയോഗിച്ചിട്ട് നല്ല രീതിയിൽ കവറപ്പ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ മുഴുവനായിട്ട് ഞാനിതാ നമ്മുടെ ടിഷ്യൂ പേപ്പറിൻ്റെ മേലെ കൂടി ഇത് നല്ല രീതിയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഉള്ളൊരു ലുക്കാണ് ഇത്. അപ്പോൾ നമുക്കിതിനി ഒരു അരമണിക്കൂർ നേരം നമുക്കിതൊന്ന് വെച്ച് നോക്കാം. എന്നിട്ടാണ് നമ്മൾ റിമൂവ് ചെയ്യേണ്ടത്. റിമൂവ് ചെയ്യുന്നേരം ഒരു കുഴപ്പമില്ല, വേദനയോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾക്ക് റിമൂവ് ചെയ്യുന്നതിൻ്റെയോടൊപ്പം തന്നെ നമ്മുടെ ബ്ലാക്ക് ഹെഡ്സോ അതുപോലെ തന്നെ വൈറ്റ് ഹെഡ്സൊക്കെ പെട്ടെന്ന് പോരുന്നുണ്ട്. നല്ല രീതിയിൽ പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. നല്ല ഒരു ഫേസ് പാക്കാണിത്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ടാണ് നമ്മളിതൊക്കെ ചെയ്തത്. അപ്പോൾ നമ്മളിത് ട്രെൻഡിങ് ആയി നിൽക്കുന്നത് കൊണ്ടുള്ള ഒരു വീഡിയോ ആണിത്. അത് കണ്ടിട്ടാണ് നമ്മൾ ഇൻസ്പയർ ആയിട്ടാണ് നമ്മൾ ഇത് ചെയ്ത് നോക്കിയത്. അപ്പോൾ ഇതാ ഞാൻ എൻ്റെ നെറ്റിമേലുള്ളതും എല്ലാം നല്ല രീതിക്ക് റിമൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് നല്ലൊരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് പെട്ടെന്ന് കഴിയുന്നത് തന്നെയാണ്. അരമണിക്കൂർ ശേഷം നമ്മുടെ മുഖം ഒന്ന് കഴുകി നോക്കണം. എന്തെങ്കിലും ഫേസ് വാഷോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിച്ച് നമ്മുടെ മുഖം ഒന്ന് കഴുകി നോക്കിയാൽ മതി. നല്ലൊരു റിസൾട്ട് തന്നെയാണ് നമുക്ക് ലാസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ നല്ല രീതിയിൽ സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നല്ല നല്ല വീഡിയോസുമായി അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും ബൈ.